ഭാരതസഭയുടെ അൽഫോൻസ അഗ്നിയിലൂടെ നടന്നുയർന്നു, അവശതയേറെ അനുഭവിച്ചു, അനുഗ്രഹപ്പൂമഴ പെയ്തിറക്കി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തലശ്ശേരി അതിരൂപതയിലെ മേരിഗിരി എന്ന ഗ്രാമത്തിൽ കരുണയുടെ മാതാവായ പരിശുദ്ധ അമ്മയുടെ ആരാമത്തിൽ സഹനത്തിൻ്റെ പുഷ്പമായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജന്മതിരുനാളിനായി ഒരുങ്ങുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവ് യേശു മിശിഹായുടെ കൃപയും സമാധാനവും കരുണയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കിപ്രകാരമാണ് ലഭിക്കുക. ക്രിസ്തുനാഥൻ നമ്മളോട് സഹനത്തെക്കുറിച്ച് പറഞ്ഞു തരിക ഇങ്ങനെയാണ്. അതായത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഉഴവുചാലുകൾ സൃഷ്ടിക്കപ്പെട്ടാൽ മാത്രമേ അവിടുത്തെ സഹനമാകുന്ന വിത്ത് വിതച്ച് അത് അഴുകിച്ചേർന്ന് അത് പുതിയ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അപ്രകാരം ഓരോ വിശുദ്ധരുടെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുക. അവരുടെ എല്ലാം ജീവിതത്തിൽ ക്രിസ്തുനാഥൻ്റെ സഹനത്തെ സ്വീകരിക്കുവാനും അങ്ങനെ അതെല്ലാം ഫലം ഏറെ പുറപ്പെടുവിക്കുവാനും സാധിച്ചിട്ടുണ്ട്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലും അപ്രകാരമായിരുന്നു. ആ സഹനങ്ങളെയെല്ലാം സ്നേഹപൂർവ്വം സ്വീകരിച്ചവളാണ് വിശുദ്ധ അൽഫോൻസാമ്മ. അവളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപ ധാരാളമായി നിറഞ്ഞു നിന്നത് അപ്രകാരമാണ്. നമ്മുടെ ജീവിതത്തിലും കൃപ സമൃദ്ധമാകുവാൻ വേണ്ടി നമുക്കുണ്ടാകുന്ന സഹനങ്ങളെയെല്ലാം നമ്മുടെ ഉഴവുചാലുകളിലൂടെ വിതയ്ക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവ ഏറെ അർത്ഥവത്താകുന്നു. ക്രിസ്തുനാഥൻ്റെ തിരുമുറിവുകളിലേക്ക് നമ്മുടെ സഹനങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നന്മയും വിശുദ്ധിയും സ്വന്തമാക്കുവാനും അവിടുത്തെ കൃപയിൽ ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.